നമസ്കാരം. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ എന്ന് കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭീകരവാദം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ വളരെ സമർത്ഥമായി പാകിസ്ഥാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആയുധമായിരുന്നു ഭീകരവാദം. ഇന്ത്യക്കുള്ളിൽ കലാപങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യക്കുള്ളിൽ ഭീകര ആക്രമണങ്ങൾ നടത്തുക, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുക, ഇതെല്ലാം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ച തടസ്സപ്പെടുത്തുക, ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നത് ഇല്ലാതാക്കുക, അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് പാകിസ്ഥാൻ്റെ പരമമായ ലക്ഷ്യമായിരുന്നത്. ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കുള്ളിൽ വലിയ പ്രതിഷേധമുണ്ടാകും. അങ്ങനെ ഇന്ത്യ എന്ന രാജ്യം പല കഷ്ണങ്ങളായി വിഘടിക്കപ്പെടും. ഇതിൽ കശ്മീർ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളെല്ലാം നമുക്ക് സ്വന്തമാക്കാം എന്നാണ് പാകിസ്ഥാൻ്റെ പദ്ധതിയായി മാറിയിരുന്നത്. പക്ഷേ ഇന്ത്യ അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ പോരാടി. കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനെതിരെ കടുത്ത, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭീകര അനുകൂല നയങ്ങൾക്ക് എതിരെ കടുത്ത പോരാട്ടമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഇപ്പോൾ പോരാട്ടം കഴിയാത്ത, അല്ലെങ്കിൽ പോരാടാൻ സാധിക്കാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഇന്ത്യയുടെ കയ്യിലെ ചൂടറിഞ്ഞ രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ഉള്ളിൽ മറ്റ് പല ഭീകര പ്രസ്ഥാനങ്ങളും വളർന്നു വരികയായിരുന്നു. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വളരെ കാലമായി പ്രവർത്തിച്ചു വരികയാണ്. ഇന്നിപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമായ ഒരു പോരാളി സംഘമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന സംഘം, ആ ഭീകര സംഘടന ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിനെതിരെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും ഉൾപ്പെടെ നിരവധി ഭീകര സംഘടനകൾ ഇപ്പോൾ പാക് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടം നടത്തുന്നു. ഇവർ കൃത്യമായി തന്നെ പാകിസ്ഥാൻ സേനയെയാണ് കഴിഞ്ഞ കുറേ കാലമായി ലക്ഷ്യം വയ്ക്കുന്നത്. കനത്ത ആൾനാശം പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്നും അഫ്ഗാനിസ്ഥാനാണ് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന് അവരുടെ അതിർത്തിക്കകത്തുള്ള, അതായത് ആഭ്യന്തര പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള കഴിവില്ലാതെ പോയിരിക്കുന്നു. ഇപ്പോഴും ആഭ്യന്തരമായി പലയിടങ്ങളിലും പോരാട്ടം നടക്കുകയാണ്. പാകിസ്ഥാൻ ഏത് സമയവും പല കഷ്ണങ്ങളായി മുറിയാനുള്ള സാഹചര്യം ഇപ്പോഴും പാകിസ്ഥാനിൽ നിലനിൽക്കുന്നു എന്നു തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം TTP, അതായത് പാക് താലിബാൻ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നടത്തിയിട്ടുള്ള ആക്രമണം. ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങളാണ് മുമ്പ് നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിന് സമാനമായ രീതിയിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് സമാനമായ രീതിയിലുള്ള സൈനിക നടപടികളാണ് ഈ TTP ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം 31 കേന്ദ്രങ്ങളിലാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. കനത്ത ആക്രമണങ്ങൾ തന്നെയാണ് പാക് സൈന്യത്തിന് നേരെ ഇവർ അഴിച്ചുവിട്ടത്. പാക് സൈന്യത്തിന് കനത്ത ആൾനാശം ഉണ്ടാവുകയും ചെയ്തു. ഈ ഓപ്പറേഷന് TTP നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഖൈബർ എന്നാണ്. 31 ആക്രമണങ്ങൾ പാക് സേനയ്ക്ക് നേരെ 7 ജില്ലകളിലായിട്ടാണ്, ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലെ 7 ജില്ലകളിലാണ് ഓപ്പറേഷൻ ഖൈബർ നടന്നിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ്, അല്ലെങ്കിൽ മറ്റ് സൈനിക സ്ഥാപനങ്ങൾക്കൊക്കെ നേരെയാണ്. കനത്ത ആൾനാശം പാക് സൈന്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ ഖൈബർ ഒരു വൻ വിജയമായിരുന്നു എന്നാണ് ഇപ്പോൾ TTP അവകാശപ്പെടുന്നത്. പാക് ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ആഭ്യന്തര കലഹങ്ങൾ മുറുകുകയാണ്. TTPയുടെ ആക്രമണത്തിൽ പകച്ച് പാക് സൈന്യം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് സൂചന. ഇത്തരം ആക്രമണങ്ങളിൽ പാക് സൈന്യത്തിൻ്റെ മനോവീര്യം ചോരുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ ജനങ്ങൾ തീർച്ചയായും വലിയ വിമർശനം ഭരണകൂടത്തിനെതിരെ ഉയർത്തുന്നുണ്ട്. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം എവിടെ പോയി? പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് ഈ ആഭ്യന്തര കലഹം തീർക്കാൻ കഴിവില്ലേ? പാകിസ്ഥാൻ്റെ ഭരണകൂടം എന്തു ചെയ്യുന്നു? അസിം മുനീറിനാണോ, പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ആണോ യഥാർത്ഥത്തിൽ അധികാരം കൂടുതൽ? എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം പാകിസ്ഥാനിൽ ഇങ്ങനെ നുരഞ്ഞു പൊന്തുകയാണ്. അത്
തീർച്ചയായും ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും ബലൂചിസ്ഥാനിലുമൊക്കെ നടക്കുന്ന വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക്, ആഭ്യന്തര സമരങ്ങൾക്ക് കാരണമാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കനത്ത ആക്രമണം TTP ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഓപ്പറേഷൻ ഖൈബർ എന്ന പേരിൽ തന്നെ നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര സംഘർഷം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി വളരുകയാണ്. അത് വലിയ ഭീഷണിയായി മാറുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.